നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കൂടി മാനിക്കണമെന്നാണല്ലോ. അതുകൊണ്ടാ മഞ്ചാടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കൂടി കാണണമെന്ന് പറഞ്ഞത്. അവള് ചില അഭിപ്രായങ്ങൾ മുന്നോട്ട് വച്ചെങ്കിലും എല്ലാം അച്ഛന്റെ തീരുമാനത്തിന് തന്നെ വിടുകയാണെന്നും പറഞ്ഞു. ഞാൻ എന്താ വേണ്ടതെന്ന് നിങ്ങളും കൂടി പറ. എന്റെ അഭിപ്രായം, മകളുടെ ബാലിശമായ അഭിപ്രായങ്ങൾക്ക് കാതു കൊടുക്കാതെ ഒരച്ഛന്റെ അധികാരം ഉപയോഗിച്ച് അണ്ണൻ അവളുടെ കല്യാണം നടത്തണമെന്ന്. ഒന്നാമത് മഞ്ചാടിയുടെ വിശ്വാസവും കാഴ്ചപ്പാടും ഒക്കെ തെറ്റായിരുന്നു. അതുകൊണ്ടാണ് അവളുടെ ചേച്ചിമാർക്കൊന്നും സംഭവിക്കാത്ത ദുരന്തങ്ങൾ മഞ്ചാടിക്കുണ്ടായത്. അറിവില്ലായ്മ കൊണ്ട് മക്കൾ വഴിമാറി പോകുമ്പോൾ അറിവുള്ള രക്ഷിതാക്കള് കർശനമായ നിലപാടെടുത്ത് തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ ചെയ്യാത്തതിന്റെ കുഴപ്പങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് ധാരാളം കാണുന്നുണ്ട്. അതെ അമ്മാവ, ദാസങ്ങളുടെ അഭിപ്രായം തന്നെ എനിക്കും. ഇതിപ്പോ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടെന്ന് നമ്മളെ കൊണ്ടായിട്ടും ആ ജീവൻ രാജ് കാരണം ഭാവിയിൽ എന്തെങ്കിലും മാനക്കേടുണ്ടാവുമെന്ന് മഞ്ചാടി ഭയപ്പെടേണ്ട കാര്യമില്ല. കറക്റ്റ്. അതവൾക്ക് നമ്മളിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടോ അവനിലെ വിശ്വാസം അവൾക്ക് നഷ്ടപ്പെടാത്തത് കൊണ്ടോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. നീ എന്താ രഘു ഈ പറയുന്നേ? മഞ്ചാടി മോളെ ചതിച്ച ജീവൻ രാജിൽ അവൾ വീണ്ടും എന്ത് വിശ്വാസം അർപ്പിക്കും? ഇപ്പോഴത്തെ പിള്ളേരുടെ മനസ്സ് ആർക്കും വായിച്ചെടുക്കാൻ പറ്റില്ല അമ്മാവ. ഒന്നുകിൽ അവൾക്ക് അവനോടുള്ള സ്നേഹം അവസാനിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവൾക്ക് അവനോട് പ്രതികാരം ചെയ്യണം. രണ്ടായാലും വേറെ ഒരാളെ കല്യാണം കഴിച്ചത് നടക്കില്ല. ജീവിതത്തിൽ കല്യാണമേ വേണ്ടെന്ന് അവൾ പറയുന്നത് അങ്ങനെ എന്തോ മനസ്സിൽ കണ്ടു തന്നെ. ഏയ്, ഇതൊക്കെ നിന്റെ ഓരോ തലതിരിഞ്ഞ ചിന്തകളും മാത്രമാണ്. നമ്മുടെ മഞ്ചാടി മോളെക്കുറിച്ച് എനിക്ക് അങ്ങനെ ഒന്നും ആലോചിക്കാൻ കൂടി വയ്യ. രഘുവിന്റെ തോന്നലിനെ പാടെ തള്ളിക്കളയാൻ വരട്ടെ. നമ്മൾ എല്ലാ രീതിയിലും ചിന്തിച്ചു നോക്കണം. മകളോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ അവർക്ക് അനുകൂലമായി മാത്രം ചിന്തിക്കുമ്പോൾ അവര് ആ സ്നേഹത്തെ ചൂഷണം ചെയ്യുന്നുണ്ടോ എന്നുകൂടി ആലോചിക്കുന്നത് നല്ലല്ലേ? മഞ്ചാടി മോള് ജീവൻ രാജന്റെ അച്ഛനെയും അമ്മയെയും കാണാൻ തയ്യാറായത് സ്വന്തം അച്ഛനെയും ചേച്ചിമാരെയും മറന്നുകൊണ്ടല്ലേന്ന് ആ സംഭവം അണ്ണൻ പറയുന്ന കേട്ടപ്പോ എനിക്ക് തോന്നി. അമ്പിളിയും മനുവും അവരെ വിലക്കിയിരുന്നതാ. മഞ്ചാടിക്ക് സമ്മതമാണെങ്കിൽ കണ്ടോട്ടെ എന്ന് ഞാനാ പറഞ്ഞത്. ആ, അങ്ങനെ പറയുമ്പോ അച്ഛന് സമ്മതമല്ലെന്ന് അവൾക്ക് ഊഹിച്ചൂടെ എണ്ണ? അവരെ നേരിൽ കാണുന്നതിലൂടെ മഞ്ചാടി എന്തോ ലക്ഷ്യം വച്ചിരണമെന്നുള്ളത് ഉറപ്പാ. അതുകൊണ്ട് വേറൊന്നും ആലോചിക്കാതെ ഗോകുലും ഓളമായിട്ടുള്ള കല്യാണം അണ്ണൻ എത്രയും വേഗം ഉറപ്പിക്കണം. അതെ അമ്മാവ, സച്ചി സാറും കുടുംബവും നമ്മുടെ തീരുമാനം അറിയാൻ വെയിറ്റ് ചെയ്യുക. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അമ്മാൻ അവരൊന്ന് പോയി കാണണം. ഇന്ന് വേണ്ട, 11 മണിക്ക് ദയയുടെ കുഞ്ഞിന്റെ ചോറൂണ് ചടങ്ങല്ലേ. ഉച്ച കഴിഞ്ഞാണെങ്കിൽ സമയം അത്ര നന്നുമല്ല. നാളെ ഞാനും ദാസും കൂടി സച്ചിയുടെ വീട്ടിലേക്ക് പോവാം. അങ്ങനെയാണെങ്കിൽ അണ്ണൻ ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോണ്ട, എന്റെ കൂടെ ഇവിടെ നിൽക്കാം. അങ്ങോട്ട് പോയാൽ ചിലപ്പോ തീരുമാനം മാറിയെന്ന് വരും. ആ ശരിയാ, ചടങ്ങ് കഴിഞ്ഞ് അമ്പിളി അനുവിനെയും ഞാൻ കൂട്ടിക്കൊണ്ടുപോയിക്കോളാം. അമ്മാവൻ കല്യാണക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്ത ശേഷം മഞ്ചാടിയെ കണ്ടാൽ മതി. ഹലോ, അതെ, എപ്പോ? ഇല്ല, വേറെ ആരും വിളിച്ചില്ല. ഇപ്പൊ ഞാൻ ഫ്ലൈറ്റിലുണ്ട്. ഫ്ലൈറ്റ് എപ്പോഴാ? ഓ, 10 മണിക്ക് മുമ്പ് ഇറങ്ങണമല്ലേ? ഓക്കെ എന്നാ, ഓക്കെ. അണ്ണന്റെ സ്റ്റുഡന്റ് അല്ലേ SP ജഗന്നാഥൻ? ജഗൻ ഇവിടെ ഉണ്ടോ? ജഗനില്ല, അവന്റെ അച്ഛൻ കുറച്ചു നാളായിട്ട് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റില്ല.
ഞാൻ 2-3 തവണ പോയി കണ്ടിരുന്നു. അണ അറിയില്ല ആളെ. പിന്നെ ജസ്റ്റിസ് വർമ്മയെ അറിയില്ലേ? ജഗൻ ഇവിടെ പഠിക്കുന്ന കാലത്ത് ഞാനും അദ്ദേഹം നല്ല അടുപ്പത്തിലായിരുന്നു. ഇപ്പൊ എന്നെ ഓർക്കുന്നുണ്ടോ എന്തോ? പിന്നെ ഓർക്കാതെ. ഞാൻ പോയപ്പോഴും ചോദിച്ചു. ജയൻ എപ്പോഴും അനന്തം മാഷെ പറ്റി പറയാറുണ്ട്. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അദ്ദേഹം ഇന്ന് മകന്റെ അടുത്തേക്ക് തിരിച്ചു പോവാം. കൂടെയുള്ള സഹായിയാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. നമുക്കൊന്ന് പോയി അദ്ദേഹത്തെ കണ്ടാലോ? വർമ്മ സാറിനെ കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ദാസ്, നമുക്ക് ചടങ്ങിനെത്തണ്ടേ 11 മണിക്ക് മുമ്പ്? അതൊക്കെ ഞാൻ എത്തിച്ചോളാണ്ട. അമ്മ വേണമെങ്കിൽ പോയിക്കോ. മുഹൂർത്തത്തിന് മുമ്പ് എത്തിയാൽ മതി. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോയിക്കോളാം. പിന്നെ അമ്മ അമ്പിളിയാൻ അമ്പലത്തിൽ നിൽക്കുകയല്ലേ? ശരി, ജഗൻ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതല്ലേ. അതുകൊണ്ട് ഞാനിവിടെ ഉള്ളപ്പോ വർമ്മ സാറിനെ കാണാതിരിക്കുന്നത് ശരിയല്ല. നമുക്ക് പോവാം ദാസ്. ശരി.